അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലാവധി അവസാനിക്കുന്നതുവരെ യുദ്ധം തുടരുമെന്ന സൂചന നൽകി ഇറാൻ. വെടിനിർത്തൽ ധാരണ തുടരാൻ സമ്മതിച്ചെന്ന റിപ്പോർട്ടുകൾ ഇറാൻ തള്ളി. മിസൈൽ ആക്രമണം ഭയന്നാണ് നാറ്റോ ഉച്ചകോടിക്കെത്തിയ ട്രംപ് വിമാനം മാറിക്കയറിയതെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. 60 ദിവസത്തെ കാലയളവ് നീട്ടാൻ സമ്മതിച്ചതായുള്ള റിപ്പോർട്ടുകൾ ഇറാൻ തള്ളി. അമേരിക്കയെയും ഇറാനെയും ചർച്ചകളിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. എന്നാൽ ഹോർമൂസിൽ അമേരിക്കയ്ക്ക് പൂർണ്ണ നിയന്ത്രണമുണ്ടെന്ന് ട്രംപ് ആവർത്തിച്ചു. ഇറാനെതിരെ നാവിക ഉപരോധം തുടരുമെന്നും ട്രംപ് പറഞ്ഞു. ഹോർമൂസ് കടലിടുക്ക് അടിയന്തരമായി പൂർണ്ണ തോതിൽ തുറക്കേണ്ടതുണ്ടെന്ന് അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി മുന്നറിയിപ്പ് നൽകി. തുർക്കിയിൽ നാറ്റോ ഉച്ചകോടിക്കെത്തിയ ട്രംപ് താമസിച്ചിരുന്നത് കെട്ടിടത്തിന്റെ ഏത് നിലയിലാണെന്നതുവരെ ഇറാൻ അറിയാമായിരുന്നുവെന്നാണ് ദ ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട്. ട്രംപിന്റെ വിമാനത്തിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടാകുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നതിനാലാണ് ട്രംപ് ജൂലൈ 8-ന് വിമാനം മാറിക്കയറിയതെന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിൽ പറയുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.